കാരുണ്യത്തിന്റെ 10 കടന്ന മുസ്ലിം സമൂഹം പ്രാർത്ഥനാ നിർഭരമായി പാപമോചനത്തിന്റെ 10ലേക്ക് പ്രവേശിച്ചു. ഇതോടെ നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സജീവമായി. റമളാനിലെ രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിച്ചതോടുകൂടി നോമ്പുതുറയിലും ഉദ്ബോധന ക്ലാസുകളും സജീവമാക്കിയിരിക്കുകയാണ് മുസ്ലിം മതവിശ്വാസികൾ. 30 അല്ലെങ്കിൽ 29 ദിവസത്തെ റമദാൻ എണ്ണുമ്പോൾ ദിവസങ്ങളെ 3 പത്തുകളായി തിരിച്ച് ആദ്യ 10 ദിനങ്ങളെ കാരുണ്യത്തിന്റേതെന്നും രണ്ടാമത്തെ 10നെ പാപമോചനത്തിന്റെ 10 എന്നും മൂന്നാമത്തെ 10നെ നരകമോചനത്തിന്റെ 10 എന്നുമാണ് വിശ്വസിക്കുന്നത്. ഇതിനായി ഓരോ 10ലും പ്രത്യേകം പ്രാർത്ഥനയും പ്രവാചകചര്യയായി പഠിപ്പിച്ചിട്ടുണ്ട്. നാഥന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ച് അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകളെല്ലാം പുറത്തു നൽകാനും ഹൃദയം ശുദ്ധീകരിക്കുവാനുമുള്ള പ്രാർത്ഥനയോടെയാണ് രണ്ടാമത്തെ 10നെ വിശ്വാസികൾ കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധം, മക്ക വിജയം എന്നിവയുടെ ഓർമ്മ ദിനങ്ങൾ കൂടിയാണ് രണ്ടാമത്തെ 10. ചരിത്രത്തിന്റെ വഴിത്തിരിവായ ബദർ യുദ്ധം നടന്നത് റമളാൻ 17-നാണ്. അംഗബലത്തിൽ കുറഞ്ഞവർ ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ വിജയം നേടിയതാണ് ബദർ യുദ്ധം. ഈ ദിനത്തെ അനുസ്മരിച്ച് അന്നേ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നോമ്പുതുറയും അന്നദാനവും സംഘടിപ്പിക്കാറുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം തിരിച്ച് മക്കയിലേക്ക് വന്ന ദിനമാണ് മക്കം ഫതഹ് അഥവാ മക്ക വിജയം. ഇത് റമളാൻ 20-നാണ്. ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥന നടത്തിയും റമളാനിന്റെ രാപ്പകലുകളെ സജീവമാക്കുന്നതിനോടൊപ്പം ദാനധർമ്മങ്ങൾ ചെയ്യലും നോമ്പുതുറകളിൽ ഏർപ്പെടുന്നതും പ്രത്യേകം പുണ്യമാണ്. ഇതിന്റെ ഭാഗമായി വീടുകളിലും പള്ളികളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. മന്ദലാംകുന്ന് അൽ ഹിക്മ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉദ്ബോധന ക്ലാസിൽ ഹാരിസ് ആറ്റൂർ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പിന്നീട് നടത്തിയ നോമ്പുതുറയിലും നിരവധി പേർ പങ്കെടുത്തു.